ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൗഡർ ആക്കണം. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, വറ്റൽമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം മല്ലി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് അങ്ങനെ സൗണ്ട് കേൾക്കുന്നത് വരെ നല്ല രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റാം. ഈ ഒരു കൂട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതേ പാനിലേക്ക് നമുക്ക് ഒരു 650 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുവാണേ. ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ്, ആവശ്യത്തിന് വെള്ളം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ചില ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിന്റെ ആ ഒരു പരുവം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോവാതെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ മൂടി വെച്ച് വേവിക്കാൻ പോവാം. തുറന്നു നോക്കാം. വെള്ളമൊക്കെ പറ്റി പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാണെങ്കിലും ഒഴിക്കാം. ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിന്റെ പൊടി ഞാൻ പൊടിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കൂടുതലായെന്ന് തോന്നിയാൽ പിന്നീട് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ അല്ല, ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ്. ഈ ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. പരുവത്തിന് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പരുവത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.